ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാം പദയേ നമ. രാമ 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 പാഹി മാം. രാമ 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 രാമപാദം ചേരണി മുകുന്ദ രാമ പാഹി മാം. രാമ 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 രാമപാദം ചേരണി മുകുന്ദ രാമ പാഹി മാം. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. സർവ ഭക്തമക്കളെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. എല്ലാവർക്കും ശാന്തിയും സമാധാനവും ദൈവകൃപയും ആയുസ്സും ആരോഗ്യവും എല്ലാം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് ഒന്ന് രണ്ട് മക്കൾ ഇതിനകത്ത് പുതുതായിട്ടൊരു മകള് അത് പറയാം. വത്സല ചെല്ലപ്പൻ പുതിയൊരു മകളാണ്. ഗീതാ നായർ, രുക്മിണി മോഹൻ, രാധാ ശിവാനന്ദ്. വത്സല മകള് വത്സല ചെല്ലം. വേറൊരു വത്സല പണ്ടുണ്ടായിരുന്നത്. അപ്പം ഫോണിനെന്തോ തകരാറ്, അതുകൊണ്ട് കമൻസ് ചെയ്യുന്നില്ല. കേൾക്കുന്നുണ്ടെന്നും ഞാൻ വിളിക്കും ചിലപ്പോൾ. അപ്പോൾ ആ അതുപോലൊരു പേരാണ് ഇപ്പം പുതിയൊരു വത്സല ചെല്ലപ്പൻ. മക്കളെ, എനിക്കൊന്നും പറയാനുള്ളത്, ഞാൻ ഇതൊന്നും പഠിച്ചിട്ടൊന്നും ചെയ്യുന്നതല്ല. ഞാനൊരു ടീച്ചറൊന്നും അല്ല മക്കളെ. അത് അറിഞ്ഞിരിക്കണമല്ലോ. ഞാൻ കാരണം എൻ്റെ ഒരുപാട് തെറ്റുകളൊക്കെ കാണുമ്പോൾ ഒരു ടീച്ചറിനെ വിളിക്കണമെങ്കിൽ എല്ലാം അറിയണ്ടായോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒന്നും ആയിട്ടില്ലാത്തത് കൊണ്ട് അതൊന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. മക്കൾ എന്താ പറയുക, ഞാനിനിയിപ്പോൾ ഇതിനെന്താ പറയുക. എന്തായാലും എല്ലാവർക്കും നമസ്കാരം. എന്തോ അല്പം എന്തൊക്കെയോ എൻ്റെ ഉള്ളിലുണ്ട്. അത് ഞാൻ നിങ്ങൾ തരുന്നല്ലാതെ ഒന്നും എനിക്കൊന്നും പറയാൻ അറിയത്തില്ല. ഞാൻ അങ്ങനെ ഒന്നും ഇതൊന്നും പഠിച്ചിട്ട് മനഃപൂർവ്വമായിട്ട് പഠിച്ച് ഇത് ഇടുവല്ല മക്കളെ. ഉള്ളിലൊരു വേദന, ഒരു വിഷമം, എന്തോ എൻ്റെ ഉള്ളിലുള്ളത് അല്പം അറിവ്, അല്പം അത് മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് പോകണമെന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒരു ടീച്ചറെന്ന് വിളിക്കത്തക്കൊണ്ട് ഒന്നും എനിക്ക് എൻ്റെ കയ്യിൽ ഒന്നും തന്നെ ഇല്ല. നിങ്ങൾ ചോദിച്ചാൽ ഉത്തരം പറയാൻ പോലും എൻ്റെ ഒന്നും കാണത്തില്ല. ഈശ്വരൻ എന്താ തരുന്നതെന്ന് വെച്ചാൽ അത് അന്നേരം അങ്ങോട്ട് തരുന്നു. അത് എൻ്റെ ഒരു മനസ്സിനകത്തൊരു സന്തോഷം. ഇത് ഇങ്ങനെ ഒരാൾക്കെങ്കിലും ഇത് എന്തെങ്കിലും അല്പമുള്ള, നമ്മൾക്ക് അല്പം ആഹാരമായാലും വിശന്ന് വരുന്നവർക്ക് വേണമല്ലോ, കൊടുക്കണ്ടായോ. അത് വിഭവസമൃദ്ധമായ ഒരാഹാരമൊന്നും അല്ലെങ്കിൽ പോലും വിശന്ന് വരുന്നവർക്ക് ഉള്ളത് ഇപ്പം എന്തായാലും കൊടുക്കണമല്ലോ. അതേ ഞാൻ ചിന്തിച്ചുള്ളൂ. അത്രയേ ഉള്ളൂ. അതെല്ലാവർക്കും നമസ്കാരം. നമുക്ക് രാമായണം ആരണ്യകാണ്ഡമാണ് ഇനി വായിക്കാനുള്ളത്. വായിക്കാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അയോധ്യാകാന്ഡമായിരുന്നു അവസാനം വായിച്ചു നിർത്തിയത്. അതായത് അത്രി മഹാമുനി പറയുന്നു, ഭഗവാൻ നാരായണനാണ് ശ്രീരാമനെന്ന് ഞാൻ അറിയുന്നു, മഹാമായയാണ് ദേവി സീത. ഇതൊക്കെ അത്രി മഹാമുനി മനസ്സിലാക്കിയിട്ട് അവരോട് പറഞ്ഞിട്ട്, ഇതെല്ലാം ആർക്ക് കൊടുക്കുന്ന ഉപദേശമാണ്? പരമശിവൻ പാർവതി ദേവിക്ക് കൊടുക്കുന്ന ഉപദേശം. ഇതെല്ലാം ശ്രീരാമ കഥകൾ കേൾക്കണം എന്ന് പറയുന്നതനുസരിച്ച് ശ്രീ പരമേശ്വരൻ ദേവിക്ക്, പാർവതി ദേവിക്ക് എല്ലാം കൊടുക്കുവാണ്. അവർക്ക് പോരാ എനിക്ക് ഇനിയും കേൾക്കണം എന്നെല്ലാം പറയുന്നത് പോലെ ആണ് ഇതിനകത്ത് കൊടുത്തത്. നമ്മൾ പരീക്ഷിത് മഹാരാജാവ് എങ്ങനെയാണ് ശ്രീസുഖ മഹാമുനിയുടെ അടുത്ത് വീണ്ടും എനിക്ക് കേൾക്കണം, ഇനിയും കൃഷ്ണകഥ, ഭഗവാന്റെ ചരിത്രങ്ങൾ ഇനിയും കേൾക്കണം എന്ന് പറയുന്നത് പോലെ ഇവിടെ പാർവതി ദേവി ഇനിയും കേൾക്കണം പരമേശ്വരനോട് പറയുന്നു. അതാണ് നമുക്കിനി അടുത്തത് വായിക്കാം. ആരണ്യകാന്ഡം. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ബാലികേ ശുഗകുലമൗലി മാലികേ ഗുണശാലിനീ ചാരുശീലേ മടിക്കാതെ ഇനി എനിക്ക് പറഞ്ഞു തരൂ. നീലനീരത നിഭൻ നിർമ്മലൻ നിരഞ്ജനൻ നീലനീരജദലോചനൻ നാരായണൻ നീലലോഹിത സേവ്യൻ
നിഷ്കളൻ നിത്യൻ പരൻ കാലദേശ അനുരൂപൻ കാരുണ്യ നിലയനൻ അതായത് ശ്രീരാമ ഭഗവാന് പറയുക, ഇതെല്ലാം ആണ്, ഇങ്ങനെയുള്ള പരമാത്മാവാണ് ഭഗവാൻ ശ്രീരാമൻ. പാലന പരായണൻ, എല്ലാവരും പാലിക്കുന്നവൻ. പരമാത്മാവ് തൻ്റെ ലീലകൾ കേട്ടാൽ മതിയാകയില്ല ഒരിക്കലും. പാർവതീദേവി പറയുന്നത് നമുക്കും ഇത്, ഞാനും സത്യം പറഞ്ഞാൽ ഇത് 2 വർഷം കൊണ്ടാണ് ഈ രാമായണം, എനിക്ക് അതിന് മുന്നേ അറിയത്തില്ല. ഇത് താഴെ ഒരു അമ്മയുടെ കയ്യിൽ നിന്ന് ഞാൻ അത് എടുത്ത് വായിച്ചു തുടങ്ങിയതാണ്. അന്ന് എനിക്ക് അത്രമാത്രം വിഷമത്തോടുകൂടി ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യണമെന്ന് കരുതി ഒരു അമ്പലത്തിലേക്ക് പോയപ്പോൾ അവിടെ രാമായണ വായന ഉണ്ടായിരുന്നു. കർക്കിടക മാസമായിരുന്നു, എനിക്കത് അറിയത്തില്ലായിരുന്നു. അമ്പലത്തിലേക്ക് പോയ കാരണം എന്ന് വെച്ചാൽ അവിടെ പോയി ഭാഗവതം എല്ലാം വായിച്ചിരിക്കാമെന്ന് കരുതി. അങ്ങനെ ഒരു എന്തോ ഒരു മനസ്സിനൊരു വിഷമം അത്രമാത്രം ഉള്ളിലുണ്ടായാണ് ഞാൻ അങ്ങനെ ഇവിടുന്ന് അത് പെരുമഴയാണ്. എനിക്ക് മഴയൊന്നും വകയല്ല, എനിക്ക് പോയേ പറ്റൂ. പോയി അല്പം എന്തെങ്കിലും ഭാഗവതം വായിക്കുന്ന അവിടെ ആ അമ്പലത്തിൽ എല്ലാ ദിവസവും ഭാഗവതം പാരായണം ഉണ്ടെന്നറിയാം. ശിവക്ഷേത്രമാണ്. അപ്പോൾ അവിടെ പോയിരുന്ന് കേൾക്കുകയോ വായിക്കുകയോ ചെയ്യാമെന്ന് കരുതി അങ്ങ് പോയി. ചെന്നപ്പോൾ എന്തോ കർക്കിടക മാസമാണെന്നോ രാമായണം വായനയാണെന്നൊന്നും എനിക്കറിയത്തില്ലല്ലോ. അങ്ങനെ ഒരു ശീലം എനിക്കില്ലാത്തതുകൊണ്ട് ചെന്നപ്പം രാമായണം വായിക്കുക എന്തോ ആവട്ടെ എന്ന് അതും നല്ല 2 പെണ്ണുങ്ങളാണ്, സ്ത്രീകളാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനും ചെന്ന് അങ്ങ് വായിച്ചു. എന്തോ ഞാൻ പറഞ്ഞു, ഞാനിത് ആദ്യമായിട്ടാണ്, ഞാനിത് കൈകൊണ്ട് തൊട്ടിട്ട് പോലും ഇല്ല. തൊട്ടതെങ്ങനെയാണ് താഴത്തെ അമ്മ വായിക്കുന്നത്, വൈകുന്നേരം ഇരുന്ന് വായിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെന്നല്ലാതെ വായിച്ചിട്ടില്ല. അന്ന് ചെന്ന് അവരെ നിന്ന് ഇത് വായിച്ചു. അവർ സന്തോഷമായിട്ട് കുറേ നേരം അവരും വിശ്രമിച്ചിരുന്നു. അപ്പം അവർ അവസരം പറഞ്ഞു, തെറ്റൊന്നും ഇല്ലല്ലോ വായിച്ചിട്ട്. ഞാൻ പറഞ്ഞു, എന്താണെന്ന് എനിക്ക് അറിയത്തില്ലാത്തതുകൊണ്ടൊക്കെ ഇല്ല, രാമായണം എന്താണെന്നൊരു കഥ പോലും എനിക്കറിയത്തില്ല. അന്ന് പറഞ്ഞതുപോലെ ഇത് 2 വർഷമേ അയാൾ തുടങ്ങിയിട്ട്. ഇതിപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ മാത്രം വായിക്കുന്നുള്ളൂ, എല്ലാവരും വായനയൊന്നും ഇല്ല. അതുകൊണ്ട് ഇവിടെ കേട്ടത് പോരാ എന്ന് ഞാനും ഇത് മനസ്സിൽ, ദൈവമേ ഇതൊന്ന് കാണാതെ ഞാൻ എൻ്റെ ദേഹം മരിച്ചു പോയിരുന്നെങ്കിൽ എന്തൊരു കഷ്ടമായി പോയതിനെ, ഞാനത് അറിയാതെ പോകുമായിരുന്നല്ലോ എന്ന് ഞാൻ കൂടെ വിഷമിക്കും. കാരണം ഇത് ആ നിർമ്മല പവിത്രനോ തോന്നുന്നു, എനിക്ക് അമ്മയെ ഇതൊന്ന് ഇട്ട് തരണേ, ഇടയ്ക്കിടയ്ക്ക് കർക്കിടക മാസമാണെന്ന്. എനിക്ക് കർക്കിടക മാസം രാമായണം ഇടണമെന്ന് ഈ അടുത്ത കാലത്തിൽ ഇതൊക്കെ ഉണ്ടായത്, അതിനിപ്പോൾ അങ്ങനെ ഇല്ലായിരുന്നല്ലോ. അതുകൊണ്ട് ഈ ഒരു പാഠമൊന്നും എനിക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് അങ്ങനെ നിന്ന നിലയിൽ ഒരു പുസ്തകം കൈ കിട്ടി, അങ്ങനെ അങ്ങ് തുടങ്ങിയതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മക്കളെ ഞാൻ ടീച്ചറൊന്നും അല്ല, അന്നേരം കണ്ടെടുത്ത് ചെയ്യുന്നൊരു വേലയാണ്, പഠിച്ചിട്ടൊന്നും അല്ല ചെയ്യുന്നത്. അതുകൊണ്ട് ലീലകൾ കേട്ടാൽ നമുക്ക് മതി വരത്തില്ല. അത് ദൈവം തന്നെ എനിക്കൊരു വഴി കാണിച്ചൊരു ഒരു മകളിൽ കൂടെ എനിക്കൊരു നിമിത്തമായി വന്നു. അതുകൊണ്ട് എനിക്കിത് കിട്ടി. അല്ല ഞാനിത് അറിയാതെ പോയേനെ. ശ്രീരാമ ഭഗവാന്റെ കഥകളൊക്കെ എല്ലാം ഈശ്വരൻ ഏകനായതുകൊണ്ട് ഇത് തന്നെ വായിക്കണമെന്ന് എനിക്കില്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ തുടങ്ങിയില്ല. പക്ഷെ കൈ കിട്ടിയപ്പോഴോ ഇത്ര രുചിയുള്ളതാണല്ലോ എന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഭഗവാന്റെ ചരിത്രങ്ങൾ എത്ര കേട്ടാലും മതി വരത്തില്ല. ശ്രീരാമചരിതങ്ങൾ അതിലും വിശേഷിച്ച് സാരമായൊരു മുക്തി സാധനം രസായനം. ഇതൊരു രസായനമാണ്, ഇതൊരു ഔഷധമാണ്. അത്രമാത്രം ഈ കലിയുഗത്തിലെ എല്ലാ പാപങ്ങളും തീരാനും നമുക്ക് ആനന്ദത്തിൽ നിറയാനും അത്രമാത്രം ദിവ്യ ഔഷധമാണിത്. അത് അത്രമാത്രം രസായനം എന്ന് വെച്ചാൽ എന്താ, അത്ര സ്വാദാണത്, രസമാണത്. അതാണ് അവർ രസായനം എന്ന് പറയുന്നത്. ഒരു ഔഷധമാണ് ഇത്. നമുക്ക് നുകരുന്ന, അതായത് അനുഭവിക്കുക എന്ന് വെച്ചാൽ എന്താ, ഇത് പാനം ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് വചനം പാനം ചെയ്താൽ ഇത് അങ്ങോട്ട് ഉള്ളിലോട്ട് ഇഴിഞ്ഞിറങ്ങുക എന്നുള്ളതാണ്. അത് വയറ് നിറയ്ക്കുന്നൊരു സാധനം, നമ്മുടെ ഹൃദയം മൊത്തവും നിറഞ്ഞു കവിയുന്നൊരു സാധനമാണ്. അതുകൊണ്ടാണ് അത് രസായനം എന്ന് പറയുന്നത്. നമുക്ക് ജലം കുടിക്കുന്ന ദ്രാവകം മാത്രമല്ല രസായനം, ഇതും ആത്മാവായ ആ പരമാത്മാവിനെ അത്രമാത്രം രമിക്കാനും ആനന്ദിക്കാനും അത്രമാത്രം ഇഴിഞ്ഞിറങ്ങി നമ്മുടെ ഹൃദയവും സർവ്വ അംഗങ്ങളും എല്ലാ രോമദ്വാരങ്ങളിൽ കൂടെയും അത്രമാത്രം കൃപ നമ്മളിലേക്ക് ഒഴുകി ഇറങ്ങുന്ന ഒരു പ്രത്യേക ഒരു ഔഷധമാണ് ഈ ഭഗവത് കഥകളൊക്കെ. അത് അറിഞ്ഞു ചൊല്ലുമ്പോഴാണ് നമുക്ക് അതിൻ്റെ രുചി അറിയുന്നത്. അതൊരു രസായനം തന്നെയാണ്, അത്ര ആനന്ദമായത്. അതുകൊണ്ട് ഭാരതീ ഗുണം തവ പരമാമൃതമല്ലോ, അതായത് സരസ്വതി വിലാസം, അതും ഭഗവാന്റെ കൂടെ തന്നെ മഹാമായ ഉണ്ടല്ലോ, അമ്മ ദേവി. അപ്പോൾ അത് സരസ്വതി വിലാസമാണ്. അതോ തവ പരമാ അമൃതമല്ലോ, പാരാതെ പറകന്നു കേട്ടു പൈങ്കിളി ചൊന്നാൾ.
ഫാലലോചനൻ പരമേശ്വരൻ പശുപതി ബാലസീതാംശുമൗലി ഭഗവാൻ പരാപരൻ പ്രാലേയാചലമകളോടരുൾ ചെയ്തിടിനാൻ. അതായത് പർവ്വതപുത്രിയാണ് പിന്നെ ഹിമവാൻ ഇത് പാർവതി ദേവി. അതുകൊണ്ട് ദേവിയെടുത്ത് ഭഗവാൻ പരമേശ്വരൻ പറയുന്നു, പ്രാലേയ അചല മകളോട് പാർവതി ദേവിയെടുത്ത് പറയുന്നു എന്താ, ബാലികേ കേട്ടുകൊള്ളുക പാർവതി ഭക്തപ്രിയേ. ബാലികേ എന്ന് പറഞ്ഞാൽ അറിവില്ലാത്ത കുട്ടികളാണല്ലോ വീണ്ടും വീണ്ടും കേൾക്കണമെന്ന് പറയുന്നത്. അപ്പം അറിഞ്ഞുണ്ടെങ്കിൽ അവർ കുഞ്ഞുങ്ങളാണ്. നമ്മളും അങ്ങനെയാണ്. 90-ാം പക്കത്തിൽ നമുക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ല. ആദ്യമായിട്ട് കേൾക്കുമ്പോൾ നമ്മൾ ചെറുതാണ്, കുഞ്ഞാണ്. അതുകൊണ്ട് ബാലികേ, ഭഗവാൻ പറയുന്നു, പാർവതീദേവിയെ വിളിക്കുക, ബാലികയെ കേട്ടുകൊള്ളുക പാർവതി ഭക്തപ്രിയെ. അത്രമാത്രം ഭക്തിയിൽ മുഴുകുന്നതുകൊണ്ടാണല്ലോ നമുക്ക് വീണ്ടും വീണ്ടും കേൾക്കണമെന്ന് തോന്നുന്നത്. അതുകൊണ്ട് ഭക്തപ്രിയേ, രാമനാം പരമാത്മാവ് ആനന്ദരൂപൻ ആത്മാരാമൻ അദ്വയനേകൻ അവ്യയൻ അഭിരാമൻ. പരമശിവൻ പറയുന്നു ശ്രീരാമൻ ഇങ്ങനെയുള്ള ആളാണ്. കാരണം പരമാത്മാവ് നാരായണനല്ലേ. അതുകൊണ്ട് പറയുന്നു രാമനാം, ആ പിതാവായ ദൈവമാണ്. അതായത് ശ്രീരാമൻ ആരാ? പരമാത്മാവാകുന്നു. അത് ആനന്ദരൂപമാണ്. അതിൻ്റെ രൂപം എന്താണ്? ആനന്ദമാണ്. ഇവിടെ ശരീരം എടുത്തത് നമുക്ക് വേണ്ടി, ലോകർക്ക് വേണ്ടി. പക്ഷേ ഇവിടെ പരമാത്മാവ് എന്താ? ആനന്ദമാണ്. അതാണ് രൂപം. അരൂപിയാണ്. രൂപം എന്ന് പറഞ്ഞാൽ നമുക്ക് അതേ പറയാനൊക്കെ, ആനന്ദമാകുന്നു. അപ്പോൾ പരമാത്മാവാകുന്നു, അത് ആനന്ദരൂപനാണ്. അത് ആത്മാരാമനാണ്. ആത്മാരാമൻ വെച്ചാൽ ആത്മാവ് രമിക്കുന്നതാണ്. അത് ചൈതന്യ സ്വരൂപനാണ്. നമുക്ക് എപ്പോഴും അത് നമ്മുടെ ഉള്ളിൽ പരമാത്മാവിൽ ലയിക്കുന്ന ഒരു പരമാത്മാവാണ്, ആനന്ദമാണ്. അത് ആത്മാരാമനാകുന്നു. എന്നിട്ടോ അദ്വയനാണ്, ഏകനാണ്. അദ്വയൻ, ഏകൻ, അവ്യയൻ, അഭിരാമൻ. അങ്ങനെയുള്ള പരമാത്മാവാണ് ഈ ശ്രീരാമൻ. അത്ര താപസപ്രവരാശ്രമേ മുനിയുമായി എത്രയും സുഖിച്ചു വാണിടിനാൻ ഒരു ദിനം. അത്രി മഹർഷിയുടെ ആശ്രമത്തിൽ ഒരു ദിവസം അവരവിടെ തങ്ങി. അവരവിടേക്കാണ് ഇപ്പോൾ ചെന്നേക്കുന്ന, ആരണ്യകാണ്ഡത്തിലേക്ക് ഇനി പോകാനുള്ള. അവിടുന്ന് വേണം ഇനി തിരിക്കാൻ. ഇപ്പോൾ ഒരു ദിവസം അവിടെ ആയിരുന്നു. പാർവതീദേവിക്ക് പരമേശ്വരൻ പറഞ്ഞു കൊടുക്കുക, ഇനി മഹാ ആരണ്യ പ്രവേശം, അവിടുന്ന് ഇനി യാത്ര തിരിക്കുന്നു. ഇവിടെ ഒരു ദിവസം രാത്രി അവിടെ തങ്ങി. എന്നിട്ട് അവിടുന്ന് രാവിലെ എഴുന്നേറ്റ് നിത്യകർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് ഗുരുവിനോട് അത്രി മഹാമുനിയെടുത്ത് പിന്നെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് അവിടുന്ന് യാത്ര പുറപ്പെടാൻ പോകുന്നതാണ് ഇനി നമ്മൾ വായിക്കാൻ പോകുന്നത്. പ്രത്യുഷസുധായതൻ നിത്യകർമ്മവും ചെയ്തു നത്വ താപസം മഹാപ്രസ്ഥാനം ആരംഭിച്ചാൻ. പ്രത്യുഷസ്, ആ നേരം വെളുക്കുന്ന അന്ന് രാത്രി കഴിഞ്ഞിട്ട് ഉഷസ് രാവിലെ എണീറ്റ് നിത്യകർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് പോകാനുള്ള എല്ലാ ആരംഭങ്ങളാണ്. ഉത്ഭവേ ഇഷ്ടപുത്ര, അതായത് പുണ്ടരീകോത്ഭവൻ, താമരയിൽ ജനിച്ചവൻ ആരാ? ഉത്ഭവിച്ചവൻ ബ്രഹ്മദേവൻ. അദ്ദേഹത്തിൻ്റെ പുത്ര എന്നാണ് ഇത് പറഞ്ഞേക്കുന്ന. എനിക്ക് തോന്നിയ അർത്ഥം ഇതിലില്ല. അപ്പോൾ പുണ്ടരീകോത്ഭവേഷ്ട പുത്ര, അത്രി മഹാമുനിയെ വിളിക്കുകയാണ്. അങ്ങനെയുള്ള പുത്ര, ഞങ്ങൾക്ക് മുനിമണ്ഡല മണ്ഡിതമാം ദണ്ഡകാരുണ്യത്തിനു ദണ്ഡമെന്നിയെ പോവാനായി അനുഗ്രഹിക്കണം. അത്രി മഹാമുനിയടുത്ത് ഭഗവാൻ പറയുന്നു, ഞങ്ങൾക്കിനി യാത്രയാകണം, ദണ്ഡകാരുണ്യത്തിന് വേണ്ടി പോകണമല്ലോ, അതുകൊണ്ട് ഞങ്ങളെ യാത്ര അയക്കണം, അനുഗ്രഹം തരണം എന്ന് രാവിലെ നിത്യകർമ്മങ്ങളെല്ലാം ചെയ്തിട്ട് ഉഷസ്സി രാവിലെ എഴുന്നേറ്റ് അനുഗ്രഹം വാങ്ങാനായിട്ട് ചോദിക്കുന്നു. പണ്ഡിത ശ്രേഷ്ഠ കരുണാനിധി തപോനിധി. പണ്ഡിത ശ്രേഷ്ഠനാണ്, എല്ലാ അറിവുള്ള മഹാമുനി അത്രി മഹർഷി. കരുണാനിധി, കരുണയുള്ള മുനി മഹർഷേ. തപോനിധി, താപസനാണ്. അങ്ങനെയുള്ള തപോനിധി, ഞങ്ങളെ പെരുവഴി കൂട്ടണം, അതിനിപ്പോൾ ഇങ്ങ് നിന്നയക്കണം ശിഷ്യരിൽ ചിലരെയും. ഞങ്ങൾക്ക് വഴി എവിടേക്കാണ് ചെന്ന് ഇറങ്ങി കയറി പോകേണ്ട ഒരു യഥാർത്ഥ ഒരു വഴിയുണ്ടല്ലോ, അവിടേക്ക് ഞങ്ങളെ വിട്ട് അയച്ച് ചില ശിഷ്യന്മാരെ കൂടെ ഞങ്ങളെ കൂടെ വിടണം. യഥാർത്ഥമായ വഴി, വനത്തിലേക്കുള്ള വഴിക്ക് ഒന്ന് കാണിച്ചു തരാൻ. അതുകൊണ്ട് പണ്ഡിതശ്രേഷ്ഠ, കരുണാനിധി, ദയാനിധി, അങ്ങയുടെ ശിഷ്യരിൽ ചിലർ ഞങ്ങളെ കൂടെ അങ്ങോട്ടൊന്ന് വിട്ടുതരണം. അങ്ങനെ അപേക്ഷിക്കുന്നു. അങ്ങനെ പറഞ്ഞപ്പോൾ ഇങ്ങനെ രാമവാക്യം അത്രിമാമുനി കേട്ടു തിങ്ങിയിടും കൗതൂഹലം ഉടനരുൾ ചെയ്തു. അത് കേട്ടപ്പോൾ അത്രമാത്രം സന്തോഷത്തോടെ കൗതുകത്തോടെ തന്നെ അരുൾ ചെയ്യുന്നു. എന്താ?
നേരുള്ള മാർഗം. അത്ര സന്തോഷം വരാനുള്ള കാരണം എന്താ? യഥാർത്ഥമായ മാർഗം, വഴി ആരാ? പരമാത്മാവായ ശ്രീരാമൻ. അവിടേക്കാണ് നമ്മളെല്ലാവരും എത്തപ്പെടാൻ നമ്മളെല്ലാം കൊതിക്കുന്നത്. അപ്പോൾ ആ നേരായ മാർഗം കാട്ടിക്കൊടുക്കുന്ന സർവ്വലോകർക്കും പരമാത്മാവായ ശ്രീരാമൻ. അങ്ങനെയുള്ള ശ്രീരാമന് വഴി കാണിക്കാൻ ആർക്കാ കഴിയുള്ളതാണ് അത്രി മഹാമുനി പറയുന്നത്. നേരുള്ള മാർഗം ഭവാൻ ഏവർക്കും കാട്ടിയിടുന്നിത് ആരുള്ളഹോ. ഇത് ആർക്കാ ഇനി ഭഗവാൻ ഒരു വഴി കാണിക്കാനുള്ളത്? ആരെക്കൊണ്ട് സാധ്യമാകും? സർവർക്കും ശ്രീരാമൻ വഴി കാണിച്ചു കൊടുക്കുന്ന ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാന് ആർക്കാ പറ്റുന്ന വഴി കാണിക്കാൻ? അതുകൊണ്ട് നേരുള്ള മാർഗം ഭവാൻ ഏവർക്കും കാട്ടിയിടുന്നിത് ആരുള്ളതഹോ. തവ നേർവഴി കാട്ടിയിടുവാൻ അങ്ങേക്ക് നേർവഴി കാട്ടാൻ ആർക്കാ സാധ്യമാകുന്നത്? എങ്കിലും ജഗതനുകാരിയാം നിനക്കൊരു സങ്കടം വേണ്ട, വഴി കാട്ടിയിടും ശിഷ്യരെല്ലാം. അതുകൊണ്ട് വിഷമിക്കണ്ട. ജഗതനുകാരിയായി ജഗത്തിൻ്റെ കാരണങ്ങൾക്കാണല്ലോ ഇവിടേക്ക് വന്നത്, വനത്തിലേക്ക്. ജഗത്തിൻ്റെ കാര്യത്തിന് വേണ്ടി, നമുക്കെല്ലാവർക്കും വേണ്ടി, ലോകത്തിന് വേണ്ടിയാണല്ലോ. അതുകൊണ്ട് വിഷമിക്കേണ്ട, വഴി കാട്ടിയിടും ശിഷ്യരെല്ലാം. അപ്പം എൻ്റെ ശിഷ്യന്മാർ വന്ന് കാണിച്ചു തരും. ചെല്ലുവിൻ നിങ്ങൾ മുമ്പിൽ നടക്കുന്നവരോട് ചൊല്ലി, മാമുനി താനും ഒട്ടു പിന്നാലെ ചെന്നാൻ. അങ്ങനെ ശിഷ്യന്മാരോട് പറഞ്ഞ് നിങ്ങൾ മുമ്പേ നടക്കൂ, ശ്രീരാമന് വഴി കാണിച്ചു കൊടുക്കൂ. എന്നിട്ട് അവരെ നടത്തിയിട്ട് മുന്നേ ശിഷ്യന്മാർ വഴി കാട്ടാൻ മുന്നേ നടന്നിട്ട് പിന്നാലെ ഇവർ മൂവരും അതിൻ്റെ പുറക്കെ അത്രി മഹാമുനിയും അങ്ങോട്ട് നടന്നു. അന്നേരം തിരിഞ്ഞു നിന്നരുളി ചെയ്തു മുനി തന്നോട്, രാമചന്ദ്രൻ വന്ദിച്ചു ഭക്തിപൂർവം നിന്തിരുവടി കനിഞ്ഞങ്ങ് എഴുന്നള്ളിയിടണം. അന്തികേ ശിഷ്യജനം ഉണ്ടല്ലോ വഴിക്കുമേ. ഞങ്ങളെ വഴി കാണിക്കാൻ ശിഷ്യന്മാരുണ്ടല്ലോ ഞങ്ങളുടെ അടുക്കെ. അതുകൊണ്ട് അവിടുന്ന് തിരുമേനി അങ്ങ് നിന്തിരുവടി കനിഞ്ഞങ്ങ് എഴുന്നള്ളുക, തിരിച്ചു പോകാൻ. എഴുന്നള്ളിയാലും ഞങ്ങൾക്ക് വഴി കാണിക്കാൻ ഇവിടെ ശിഷ്യന്മാരുണ്ടല്ലോ ഞങ്ങളുടെ അടുത്ത്. അതുകൊണ്ട് അവിടുന്ന് നിന്തിരുവടി ആശ്രമത്തിലേക്ക് എഴുന്നള്ളിയാലും തിരിച്ചു പൊക്കിക്കൊള്ളാൻ. അത് ഭക്തിപൂർവ്വമാണ് പറയുന്നത്. എന്നു കേട്ട് ആശീർവാദം ചെയ്തുടൻ മന്ദം മന്ദം ചെന്നു തൻ പർണശാല ബുക്ക് ഇരുന്നരുളിനാൻ. അങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം ആശീർവാദമൊക്കെ കൊടുത്തിട്ട് അത്രമാത്രം സന്തോഷത്തോടെ പതുക്കെ പതുക്കെ ആശ്രമത്തിലേക്ക് പോയി. പിന്നെയും ക്രോശമാത്രം നടന്നാരവരപ്പോൾ മുനില മാറു മഹാവാഹിനി കാണായി വന്നു. അവിടുന്ന് ഒരു വിളിപ്പാട് അകലെ, അല്പം കൂടെ അങ്ങോട്ട്, നമുക്ക് ഇവിടെ നിന്ന് ഒന്ന് വിളിച്ചാൽ എവിടം വരെ എത്തും അതിൻ്റെ സൗണ്ട്. അത്രമാത്രം ദൂരേക്ക് നടന്നപ്പോൾ മഹാവാഹിനി, വലിയൊരു നദി കണ്ടു. ശ്രീരാമനും എല്ലാവരുടെ ശിഷ്യന്മാരുടെ പോകുമ്പോൾ വലിയൊരു നദിയാണ് ഇവരെ കാണുന്നത്. അന്നേരം ശിഷ്യர்களോട് അരുളി ചെയ്തു, രാമൻ ഈ നദി കടപ്പതിനെന്ത് ഉപായമുള്ളൂ? ശ്രീരാമൻ ഈ നദി കണ്ടിട്ട് ശിഷ്യന്മാരോട് പറയുന്നു, എന്താ ഈ നദി അക്കരെ കടക്കാനായിട്ട് നമുക്ക് എന്താ മാർഗം, എന്താ ഒരു ഉപായം എന്ന് ചോദിച്ചു. എന്നു കേട്ട് അവർകളും ചൊല്ലിനാരെന്തു ദണ്ണം മന്നവ, നല്ല തോണിയുണ്ടെന്നു ധരിച്ചാൽ എന്തിനാ വിഷമിക്കുന്നത്? ദണ്ണപ്പെടുന്ന എന്തിനാ? നല്ല വള്ളം, നല്ല തോണിയുണ്ടെന്ന് അറിഞ്ഞാലും വേഗേന ഞങ്ങൾ കടത്തിയിടുന്നതുണ്ട് താനും. ആകുലം വേണ്ട, ഞങ്ങൾക്കുണ്ടല്ലോ പരിചയം. വിഷമിക്കേണ്ട, ആകുലം വേണ്ട, ഞങ്ങൾക്ക് നല്ല പരിചയമുണ്ട്. വള്ളം തോണി തുഴഞ്ഞ് അക്കരെ കൊണ്ടാക്കാനുള്ള പരിചയം ഞങ്ങൾക്കുണ്ടല്ലോ. അതുകൊണ്ട് ശ്രീരാമ ഭഗവാനെ നിങ്ങൾ ആരും വിഷമിക്കേണ്ട എന്ന് ശിഷ്യന്മാർ പറഞ്ഞു. എങ്കിലോ തോണി കരേറിയിടാം എന്നവർ ചൊന്നാർ. ശങ്ക കൂടാതെ ശീഘ്രം തോണിയും കടത്തിനാൻ. പെട്ടെന്ന് തന്നെ അവർ തോണിയിൽ കയറി പോയി. ശ്രീരാമൻ പ്രസാദിച്ചു താപസകുമാരന്മാരോട്, നിങ്ങൾ കടന്നു പോകെന്ന് ചൊന്നാൻ. അക്കരെ കൊണ്ട് കടത്തിയപ്പെട്ട് ആ വഴി യഥാർത്ഥ കയറിപ്പോകേണ്ട, വനത്തിലേക്ക് പോകേണ്ട വഴിയുടെ അടുക്ക കൊണ്ട് ഇറക്കിയിട്ട് ശ്രീരാമൻ പറഞ്ഞു, ഇനി ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങളിനി പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. കാരണം പ്രസാദിച്ച് അവിടെ വരെ കൊണ്ടാക്കുമ്പോൾ അവർക്ക് വഴി അങ്ങോട്ട് കാണിച്ചു കൊടുത്താൽ മതിയല്ലോ, പിന്നെ വനത്തിലേക്ക് കയറി പോകണ്ടല്ലോ, അവർ തന്നെ പൊയ്ക്കോളുമല്ലോ. അതുകൊണ്ട് സന്തോഷമായിട്ട് പ്രസാദിച്ച് ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ തിരിച്ചു പൊയ്ക്കോളൂ. ചെന്നുടൻ അത്രിപാദം വന്ദിച്ചു കുമാരന്മാരൊന്നൊഴിയാതെ രാമവൃത്താന്തം അറിയിച്ചാൻ. പോയ വഴിക്കുള്ള കാര്യങ്ങളെല്ലാം എത്രത്തോളം അവിടെ കൊണ്ടാക്കി, ആ കാര്യങ്ങളും വള്ളത്തിൽ കയറിയ കാര്യങ്ങളൊക്കെ ചെന്ന് അത്രി മഹാമെടുത്ത് പാദത്തിൽ വന്ദിച്ചിട്ട് ശിഷ്യന്മാർ പറഞ്ഞ എല്ലാ കാര്യവും പറഞ്ഞു. എവിടം വരെ കൊണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞു കൊടുത്തു. ശ്രീരാമ സീത സുമിത്രാത്മജന്മാരും അധ ഘോരമായുള്ള മഹാകാനനമകം പൊക്കാൻ. വലിയ വനമാണ്,
അതിഭയങ്കര ഘോരമായ ഒരു വനത്തിലേക്കാണ് കയറിപ്പോകുന്നത്. ജില്ലി ജങ്കാരനാദമണ്ഡിതം സിംഹവ്യാഘ്ര ശല്യാദി മൃഗഗണകീർണ ആതപഹീനം. അവിടെ എന്തൊക്കെയാ വലിയ ഘോരമായ സർപ്പങ്ങൾ, വ്യാഘ്രം, പുലി, പിന്നെ എന്തുവാ പറയുക, മുള്ളൻ പന്നി, ഇങ്ങനെയൊക്കെയുള്ള ഭയങ്കര വനം. ജില്ലി ജിങ്കാരം എന്ന് വെച്ചാൽ എന്താണ്? ചീവീടുകളുടെ ഒരു വല്ലാത്തൊരു ചീഹി കിഹി എന്ന് പറയുന്നൊരു സൗണ്ട് ഉണ്ടല്ലോ, അതങ്ങ് ഒന്നോ രണ്ടോ ചീവീടുകളല്ല, വനമല്ലേ അവിടെ മൊത്തം. അങ്ങനെ അവരുടെ ശബ്ദമാണ് ആ വനം മൊത്തവും. അതുകൊണ്ട് ജില്ലി ജിങ്കാര നാദമണ്ഡിതം, ആ വനം മൊത്തവും ഈ നാദമാ ചീവീടുകളുടെ. എന്നിട്ട് ഈ സർപ്പങ്ങൾ, പിന്നെ ഈ വ്യാഘ്രം, പുലി, മുള്ളൻ പന്നി, ഇങ്ങനെയൊക്കെയുള്ള മൃഗങ്ങളും ഉണ്ട്. അപ്പോഴും പറയുന്നു, ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുന്നു, ലക്ഷ്മണ നന്നായി 4 പുറവും നോക്കിക്കൊള്ളുക. ഭക്ഷണാർത്ഥികളല്ലോ രാക്ഷസാം പരീക്ഷകൾ. ഇവിടെ രാക്ഷസന്മാരുണ്ട്. അത് രാക്ഷസാം പരീക്ഷകൾ, അവർ മാംസഭോജികളാണ്. അതുകൊണ്ട് അവരുടെ ഭക്ഷണം, അവരുടെ ആഹാരം നരഭോജികളാണ്. മനുഷ്യരെയൊക്കെ കൊന്നു തിന്നുന്നത് കൊണ്ട് ലക്ഷ്മണ നീ നന്നായി 4 പുറവും നോക്കിക്കൊള്ളണം, ശ്രദ്ധിച്ചോളണം. വില്ലിനി നന്നായി കുഴിയെ കുലയ്ക്കയും വേണം. നല്ലൊരു ശരം ഊരിപ്പിടിച്ചുകൊള്ളുക. കയ്യിൽ ഒരു ശരം കയ്യിൽ തന്നെ എപ്പോഴും കരുതിക്കൊള്ളൂ. നന്നായി വില്ലും കുഴിയെ കുലയ്ക്കണം. എന്തെങ്കിലും ശത്രുക്കൾ, ഈ രാക്ഷസന്മാരുടെ എന്തെങ്കിലും ശല്യം ഉണ്ടായാൽ ഉടനെ തന്നെ വില്ല് കുലയ്ക്കണ്ടേ. അവിടെ നീ ഒരു ശരവും കൂടെ ഊരി കയ്യിൽ പിടിച്ചോളൂ. മുന്നിൽ നീ നടക്കണം, വഴിയെ വൈദേഹിയും പിന്നാലെ ഞാനും നടന്നിടുവൻ. ഗതഭയം, അതായത് വഴിയിൽ അഭയം, ഭയം കൂടാതെ. ഗതഭയം, ഗത ഭയമല്ല, ഗതം വഴി, അഭയം, ഗത അഭയം. കാരണം ഭയം കൂടാതെ പോകണമെങ്കിൽ എന്ത് വേണം? മുന്നിൽ നീ നടക്കണം, വഴിയെ അതിൻ്റെ പുറകെ വൈദേഹി സീതയും, അതിൻ്റെ പിന്നാലെ ഞാൻ. അങ്ങനെ നമുക്ക് നടക്കാം ഈ വഴിയിൽ ഭയം കൂടാതെ. ജീവാത്മാ പരമാത്മാക്കൾക്ക് മധ്യസ്ഥയാകും ദേവിയ മഹാമായ ശക്തി എന്നതുപോലെ. അപ്പോൾ ജീവാത്മാ പരമാത്മാവാണ്, മഹാമായ അമ്മയും ജീവാത്മാവാണ്, അതുപോലെ പരമാത്മാവാണ് ശ്രീരാമനും. അതുകൊണ്ട് ജീവാത്മാ പരമാത്മാക്കൾക്ക് മധ്യസ്ഥയാകുന്ന ഈ ദേവിയ മഹാമായ ശക്തി എന്നതുപോലെ അങ്ങനെ നമുക്ക് നടക്കാം ഭയം കൂടാതെ. നമ്മൾ തന്നെയാണ് ഈ ദേവിയും. അവരുടെയൊക്കെ ശരീരം അന്നിടത്തുള്ള അതൊക്കെ പോയല്ലോ. ശ്രീരാമ ഭഗവാൻ അവതരിച്ചത് എന്താണ്? ശരീരമില്ലാത്ത അരൂപിയായിരിക്കുന്ന പരമാത്മാവ് ശരീരം എടുത്തു വന്നത് നമുക്ക് വേണ്ടി. മഹാമായ, അതുപോലെ തന്നെ ആ ചൈതന്യ, ആ ശക്തി സ്വരൂപിണി, അതും നമുക്ക് വേണ്ടി. അതുകൊണ്ട് അവരുടെ ശരീരം പോയപ്പോൾ നമ്മൾ എവിടെ പോയി കണ്ടുപിടിക്കണം? തിരഞ്ഞ് കണ്ടുപിടിക്കണം നമ്മൾ തന്നെയാണെന്ന്. കുണ്ടലിനി ശക്തിയായിരിക്കുന്ന പരാശക്തി നമ്മൾ തന്നെ പിന്നെ മൂലാധാരത്തിൽ ഉറങ്ങി കിടക്കുകയാണ്. അത് ഭക്തി കൊണ്ട് അങ്ങേയറ്റം പ്രാർത്ഥനയിലും ധ്യാനത്തിലും ഭക്തി അങ്ങേറ്റം കണ്ണുനീരൊഴുകുന്ന ഗൽഗതത്തോടു കൂടിയ ഭക്തി വർദ്ധിച്ച് വരുമ്പോഴേ അത് അവിടെ ചുറ്റിട്ട് കിടക്കുന്ന ഉറങ്ങിക്കിടക്കുന്ന ഒരു ശക്തി സ്വരൂപിണിയാണ്, ജീവശക്തി. അതിനെ നമ്മൾ ഉണർത്തിയെങ്കിലേ അവിടെ നിന്ന് ഉണരും. അതല്ലെങ്കിൽ എല്ലാവരിലും ഉണ്ട്, പക്ഷെ അത് അവരാരും ഇതറിയാതെ അത് ഉറങ്ങിക്കിടക്കുന്നു, അവിടെ സുഖം പറ്റി കിടക്കുന്നു. അത് ഭക്തിയിൽ വർദ്ധിച്ച് അങ്ങേറ്റത്ത് ഇത് ഗൽഗതവും എന്തൊക്കെയോ ഭയങ്കര ഒരു ഭക്തിയിൽ മുഴുകുന്ന ഒരു സമയത്തേ അത് അവിടെ നിന്ന് ഉണരൂ. അങ്ങനെ ഉണർന്ന് പതുക്കെ അത് മുകളിലോട്ട് കയറി സഹസ്രാര പത്മത്തിലെത്തും. എന്തിനാ? അവിടെ ഇരിക്കുക പരമാത്മാവ്, ദേവിയുടെ ഭർത്താവ്. അപ്പോൾ ആ പരമാത്മാവ് നമ്മുടെ തന്നെ സഹസ്രാര പത്മത്തിലുണ്ട്. അപ്പോൾ അവിടേക്ക് ചെല്ലണം. നമ്മളിൽ തന്നെ ഉള്ള ആ ചൈതന്യ സ്വരൂപത്തിനെ, അതിനെ തെളിയിക്കാണ് ഈ ശക്തി സ്വരൂപിണി അവിടേക്ക് ചെന്ന് രണ്ടും കൂടെ ഒന്നായിട്ട് ലയിക്കുന്നതാണ് ലയം ആനന്ദാനുഭൂതി എന്നൊക്കെ പറയുന്നത്. അതൊരു പ്രത്യേക ഒരു അനുഭൂതി തന്നെയാണ്. അതൊരു ഒന്നൊന്നര അനുഭൂതിയാണ്, ആനന്ദലഹരിയാണ്, ബ്രഹ്മാനന്ദ അനുഭവമാണ്. അങ്ങനെ അതിൽ നമുക്ക് അത്രത്തോളം സന്തോഷിക്കണമെങ്കിൽ അത്രത്തോളം ഭക്തി വർദ്ധിക്കണം. ആ ഭക്തിയിൽ വർദ്ധിച്ചെങ്കിലേ ഈ ഉറങ്ങിക്കിടക്കുന്ന ആ ശക്തി സ്വരൂപിണി അവിടുന്ന് ഉണർന്ന് അവിടെ ചെന്ന് ആ സഹസ്രാര പത്മത്തിലിരിക്കുന്ന ശിവ മംഗളസ്വരൂപന് ആനന്ദ സ്വരൂപനായിരിക്കുന്ന ആ പരമാത്മാവിൽ ലയിക്കുക. അങ്ങനെയാണ് നമുക്കെല്ലാം ഒരു നിർവൃതി ആനന്ദലഹരി എന്നൊക്കെ പറയുന്നത്. അത് സംഭവിക്കണം. അതാണ് ഈ മഹാമായ ഈ പരമാത്മാവെല്ലാം നമ്മളിൽ തന്നെയാണുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് ആ ലഹരി അനുഭവിച്ചവരാരും പിന്നെ മഹാമായ ദേവിയെ തിരക്കി ഒരു അമ്പലത്തിലോ പരമാത്മാവിനെ തിരക്കി വേറൊരു അമ്പലത്തിലോ ഒന്നും അവിടെ ഇങ്ങനെ അറിഞ്ഞവർക്കറിയാം സർവ്വവ്യാപിയായ പരമാത്മാവ് അതെല്ലായിടും ലോകം മൊത്തം നിറഞ്ഞിരിക്കുന്ന, അവിടെ ഇന്ന സ്ഥലത്ത് ഒരു മുറിയിൽ അടച്ചുകൂട്ടിയിരിക്കുന്ന പരമാത്മാവല്ല. പിന്നെ ഒന്നും അറിയാത്ത കുഞ്ഞുങ്ങൾ, അറിവില്ലെങ്കിൽ കുട്ടികളാണല്ലോ, എത്ര വയസ്സായാലും, അങ്ങനെ ഉള്ളവർക്കാണ് അമ്പലം.
കാരണം അവർ ധരിക്കുന്നത് അവരുടെ ഉള്ളിൽ അവർക്ക് കണ്ടറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവർ അമ്പലത്തിലാണ് ഭഗവാൻ എന്ന് പറഞ്ഞാൽ അവിടെ പോയി പ്രാർത്ഥിക്കുന്നു. അതൊക്കെ ആദ്യത്തെ പാഠങ്ങളാണ്. പക്ഷേ അനുഭവം അറിഞ്ഞിട്ടുള്ളവർ ആനന്ദലഹരിയിൽ എവിടെ ഇരുന്നാലും എവിടെ ഇരുന്നാലും കുളിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും എപ്പോഴും അവർക്ക് ആനന്ദം ഉണ്ടാകും. കുളിക്കുമ്പോൾ വെള്ളം എടുക്കുമ്പോഴും അത് പരമാത്മാവാണ്, മഹാമായയാണ്, പ്രകൃതി ശക്തിയാണ്. എന്ത് ആഹാരം കഴിക്കുമ്പോഴും അതിലും പരമാത്മാവിനെ ദർശിക്കുന്നു. ഇലയിലും തൂണിലും തുരുമ്പിലും എന്തിലും നമ്മൾ ദർശനം എന്താ? ഇതെല്ലാം പരമാത്മാവ്, ആ മഹാമായ, ആ പരനും പരയും അമ്മ മഹാമായിരിക്കുന്ന ദേവിയും ദേവനും രണ്ടും ഒന്നായിരിക്കുന്ന പരബ്രഹ്മ വസ്തുവാണ് പരമാത്മാവ്. ഈ പരമാത്മാവ് ഒരു വസ്തു, നിഷ്കള വസ്തു, പരബ്രഹ്മമാണ്. അപ്പോൾ കാണായതെല്ലാം നമ്മൾ എല്ലാത്തിലും, നമ്മൾ തൂണിലും തുരുവിലും മണ്ണിലും വെള്ളത്തിലും എല്ലാം എങ്ങോട്ട് നോക്കിയാലും ദർശനം എന്താണ്? പരമാനന്ദം, പരബ്രഹ്മം. ഇങ്ങനെ ചിന്തിച്ചാൽ പിന്നെ നമുക്ക് ഇന്നടത്ത് തന്നെ പോകണമെന്നുണ്ടോ? പരമാത്മാവ് ഏതെങ്കിലും ഒരു അമ്പലത്തിൽ അടച്ചു മൂട്ടിയിരിക്കുവാണോ? സർവ്വവ്യാപിയിലെ നമ്മുടെ ഉള്ളിലും പുറത്തും ഒക്കെ അതല്ലേ, എല്ലായിടവും നിറഞ്ഞിരിക്കുകയല്ലേ. അതിനെ വെട്ടി തുണ്ടമാക്കാൻ ഒക്കുന്ന ഒന്നല്ല, അത് സർവ്വവ്യാപി നിറഞ്ഞ് കവിഞ്ഞിരിക്കുന്നൊരു വസ്തുവാണ്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കണം, അത് നമ്മൾ അനുഭവിച്ചറിഞ്ഞാൽ പിന്നെ ആനന്ദലഹരിയാണെന്ന്. അതുകൊണ്ട് അതാണ് അരൂപിയായിരിക്കുന്ന ആ ചൈതന്യമാണ് ഈശ്വരൻ, പരമാത്മ പ്രകാശം. അറിവാണ് പ്രകാശം വർദ്ധിച്ച് നമുക്ക് കണ്ണ് തെളിഞ്ഞ് കാണാൻ നമുക്ക് അറിവ് വേണം. അപ്പോഴാണ് നമ്മുടെ കണ്ണിന് ശോഭ ഉണ്ടാകുന്നത്. എങ്ങനെയാ? എല്ലാത്തിലും കാണാൻ കഴിയുന്ന ഒരു ഹൃദയമായി മാറുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെയാണെന്ന് മനസ്സിലാകൊണ്ട് അവിടെ ജീവാത്മാ പരമാത്മാക്കൾക്ക് മധ്യസ്ഥയാകും ദേവിയാം മഹാമായ ശക്തി എന്നതുപോലെ. അപ്പോൾ ആ ശക്തി സ്വരം നമ്മളെല്ലാം ഉള്ളിലാണ്. അതുപോലെ അവയോർ മധ്യേ നടന്നിടുക വേണം സീതാദേവിയും. എന്നാൽ ഒരു ഭീതി ഉണ്ടായി വരാ, ഒരു ഭയവും ഉണ്ടാകത്തില്ല. അതായത് നാം ഇവരുടെ മധ്യേ ഇങ്ങനെ നടന്നിടുക വേണം, അപ്പോൾ നമുക്ക് ഒരു ഭയവും ഉണ്ടാകത്തില്ല. ഇത്തരം അരുൾ ചെയ്തു തൽപ്രകാരേണ പുരുഷോ ഉത്തമൻ, പുരുഷന്മാരിൽ ഉത്തമനായിരിക്കുന്ന ഈ ശ്രീരാമൻ ഇങ്ങനെ അരുൾ ചെയ്തിട്ട് ഭഗവാൻ അനർധരനായി നടന്നൊരു ശേഷം, അമ്പുമില്ലൊക്കെ അദ്ദേഹം ശ്രീരാമനെടുത്ത് നടന്നൊരു ശേഷം പിന്നിട്ടാരുടനൊരു യോജന വഴി. അപ്പോൾ അതെല്ലാം പറഞ്ഞുകൊണ്ട് അവർ ഒരു യോജന വരെ അങ്ങ് നടന്നു. ഈ കാര്യങ്ങളും പറഞ്ഞ് അമ്പുമില്ലൊക്കെ രണ്ടുപേരെല്ലാം കരുതി ശരമൊക്കെ ഊരിപ്പിടിച്ച് 4 പുറവും എല്ലാം ശ്രദ്ധിച്ച് അപകടം ഇതിലേ കൂടെ വരുന്നു, ഇതൊക്കെ നമ്മൾ നോക്കിയും കണ്ടും ഒരു യോജന അങ്ങോട്ട് നടന്നപ്പോൾ മുന്നിലാമാറങ്ങൊരു പുഷ്കരണിയും കണ്ടാർ. നടന്ന് ഒരു യോജന അങ്ങോട്ട് നടന്നപ്പോൾ ഒരു പുഷ്കരണി, ഒരു തടാകം, ഒരു പൊയ്ക കണ്ടു. അത് എങ്ങനെയുള്ള പൊയ്കയാ? കൽഹാരോ ഉൽപ്പല കുമുദ അംബുജ രക്തോ ഉൽപ്പല ഫുല്ല പുഷ്പോ അംബുജോ രക്തോ ഉൽപ്പല ഫുല്ല പുഷ്പ ഇന്ദീവര ശോഭിത അച്ഛജലം സൗഗന്ധികം ചെങ്ങഴി നീര് ആമ്പൽ താമര ചെന്താമര കരിങ്കോളം എന്നിവിടെ വിടർന്ന പൂക്കളാൽ ശോഭിക്കുന്ന ശുദ്ധജലം. ഇതിൻ്റെ എല്ലാം പുഷ്പങ്ങൾ, ആമ്പലും താമരയും ചെന്താമരയും കരിങ്കൂവളവും പിന്നെ ഇങ്ങനെയുള്ള എല്ലാ പുഷ്പങ്ങളുമായിട്ട് നിൽക്കുന്ന ഒരു പൊയ്ക, അച്ഛജലം, ശുദ്ധജലം. അപ്പോൾ ആ ജലം തോയപാനവും ചെയ്തു വിശ്രാന്തന്മാരായി വൃക്ഷഛായാഭൂതലേ പുനരിരുന്നു യഥാസുഖം. ആ നല്ല വെള്ളം, അച്ഛജലം, ശുദ്ധമായ ആ ജലം പാനം ചെയ്തു. അതായത് തോയം വെള്ളമാണ്. തോയപാനവും ചെയ്ത് ആ നല്ല വെള്ളം എടുത്ത് കുടിച്ചിട്ട് വിശ്രാന്തന്മാരായി വിശ്രമിക്കാൻ എവിടെ പോയിരുന്നു? വൃക്ഷഛായ ഭൂതലേ. അവർ അവിടെ തന്നെ, വനമല്ലേ ആ പൊയ്ക, ആ വലിയൊരു വനത്തിനകത്താണ് കണ്ടത് ഈ പൊയ്ക. അപ്പോൾ ആ വെള്ളം കുടിച്ചിട്ട് വൃക്ഷഛായ, വൃക്ഷങ്ങളുടെ തണലാണ് അവിടെ വെയിൽ കിട്ടത്തില്ല, എല്ലാം വൃക്ഷങ്ങളുടെ തണലാണ്. അങ്ങനെ അവരവിടെ സുഖമായി കുറച്ചു നേരം വിശ്രമിക്കാൻ അവിടെ തന്നെ സുഖമായി കഴിഞ്ഞു. യഥാസുഖം അവിടേക്ക് ഇരിക്കുന്നു. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് നമുക്ക് വിരാധവധമാണ്. ഏതോ ഒരു രാക്ഷസൻ വന്നിട്ടുണ്ട്, അതിനെ കണ്ട് വധിക്കാനാ. അപ്പോൾ ഞാൻ അന്ന് കഴിഞ്ഞ വർഷം വായിച്ചുകൊണ്ട് എന്താണെന്ന് പറഞ്ഞുതരാം. ഇത് വായിക്കുമ്പോഴേ അറിയാൻ പറ്റും. ഇനി വായിക്കുമ്പോൾ പറഞ്ഞുതരാം, എനിക്ക് അറിയത്തില്ല. ഞാനത് അന്ന് വായിച്ചെങ്കിലും മറന്നുപോയി. കാരണം എപ്പോഴും എടുത്ത് വായിക്കുന്നില്ലല്ലോ ഇതൊക്കെ. ഇങ്ങനെ ഇടുമ്പം തന്നെ വായിച്ചാൽ മതി. അതുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം. നമുക്കും ഇത് ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഒരു നിമിത്തമായി വന്നുകൊണ്ട് എനിക്കും ഇതൊക്കെ ഭഗവാന്റെ കഥകൾ കേൾക്കാനും ഇത് സ്വന്തമായി പഠിക്കാനും മനസ്സിലാക്കാനും പറ്റുന്നുണ്ടല്ലോ. അത് എൻ്റെ മക്കൾക്കും എൻ്റെ അറിവനുസരിച്ച് തരുന്നു. അതുകൊണ്ട് ഞാനൊരു ടീച്ചറാവാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല മക്കളെ. വത്സലമകളോട് പറയുക, പിന്നെ എല്ലാം ഈശ്വരൻ്റെ കൃപ കൊണ്ട് എന്തൊക്കെയോ ഒന്നും അറിഞ്ഞൂടെങ്കിലും ഉള്ളതിനെ അങ്ങനെ തരാനൊരു ആഗ്രഹം, ആഗ്രഹവും അല്ല, ഒരു അത്യാവശ്യം, അത് അത്രമാത്രം ഒരു ആവേശമാണ് എനിക്ക്.
അതെത്ര കൊടുത്താലും ഉള്ളതിനെ പങ്കിട്ട് കൊടുക്കാൻ ഒരിക്കലും മതി വരുന്നതുമില്ല. അതുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹരി ഓം ഹരി ഓം ഹരി ഓം.